തമിഴ്നാട്, ആസാം, പശ്ചിമ ബംഗാൾ, കേരളം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിക്കുമൊപ്പം തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് തമിഴ്നാട് എന്ന സംസ്ഥാനം രാഷ്ട്രീയ പോരിൽ എന്നും പ്രസിദ്ധിക്കും കുപ്രസിദ്ധിക്കും പേരുകേട്ടതാണ്. സിനിമയും രാഷ്ട്രീയവും ഇഴചേർന്ന പോരാട്ട വീര്യത്തിൽ അധികാരം പിടിച്ചടക്കിയ ചരിത്രമാണ് തമിഴ്നാടിൻ്റേത്. വലിയ രാഷ്ട്രീയ ഗതിവിഗതികൾക്ക് സാക്ഷ്യം വഹിച്ച തമിഴ്നാട് ഇന്ത്യയുടെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തമിഴ് മുഖ്യ ഭാഷയായി ഉപയോഗിക്കുന്നവരുടെ സംസ്ഥാനമാണ് അത്. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയും തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ചരിത്രപരമായ പശ്ചാത്തലവുമുള്ള തമിഴ്നാട് രാഷ്ട്രീയമായി ഏറെ സുപ്രധാന സംഭാവനകൾ രാജ്യത്തിന് നൽകിയിട്ടുണ്ട്. 32 ജില്ലകളിലായി 234 നിയമസഭാ സീറ്റുകളിൽ ഏപ്രിൽ 27-ന് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ രാഷ്ട്രീയ പോർക്കളമാണ് അവിടെ രൂപമെടുക്കുന്നത്. DMK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഭരണമുള്ളത്. ഇത്തവണ കടുത്ത ത്രികോണ മത്സരത്തെയാണ് തമിഴ്നാട് നേരിടുക. DMKയും AIDMKയും തങ്ങളുടെ മുന്നണികളുടെ നില ഭദ്രമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നടൻ വിജയുടെ തമിഴ്നാട് വെട്രിക്കഴകമെന്ന പാർട്ടിയും രംഗത്തേക്ക് വന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഇതുവരെയും ഒരു സഖ്യകക്ഷിയെയും ഒപ്പം ചേർത്തിട്ടില്ല TVK. അതുകൊണ്ട് TVKയ്ക്ക് ഒറ്റയ്ക്ക് തന്നെ മുഴുവൻ സീറ്റിലും മത്സരിക്കുമെന്നാണ് വ്യക്തമാക്കിയത്. അതേസമയം S രാമദോസും VK ശശികലയും പുതിയ സഖ്യം രൂപീകരിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയ പുനഃസംഘടനയുടെ സൂചനയാണിത്. ഏപ്രിൽ 23-ന് ഒറ്റഘട്ടമായി പോളിംഗ് നടക്കുന്നതിനാൽ 234 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ഈ സഖ്യം ലക്ഷ്യം ഇട്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയ പുനഃസംഘടനയുടെ സൂചനയാണ് ഇത് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. DMK 21 പാർട്ടികളെ ഉൾപ്പെടുത്തിയൊരു വലിയ സഖ്യം രൂപീകരിച്ചു. കോൺഗ്രസ് വീണ്ടും ഈ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ. 28 സീറ്റുകളിലാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയുമായി നിരന്തരമായ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് ഒരു തീരുമാനത്തിൽ എത്തിയത്. മുഖ്യമന്ത്രി MK സ്റ്റാലിനും തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ശെൽവപെരുന്തകയും തമ്മിൽ നിർണായക കൂടിക്കാഴ്ചയും നടക്കുകയുണ്ടായി. 35 നിയമസഭാ സീറ്റും 2 രാജ്യസഭാ സീറ്റുമെന്ന കോൺഗ്രസിൻ്റെ ആവശ്യം DMK തള്ളുകയായിരുന്നു. എന്നാൽ 2021-ലേക്കാൾ 3 നിയമസഭാ സീറ്റ് ഇത്തവണ കോൺഗ്രസിന് കൂടുതലായി നൽകി. DMK സഖ്യത്തിന് ജയിക്കാവുന്ന 4 സീറ്റിൽ 1 രാജ്യസഭാ സീറ്റാണ് കോൺഗ്രസിന് നൽകിയത്. സീറ്റ് വിഭജനം സംബന്ധിച്ച് കനിമൊഴിയുടെ ഇടപെടലും നിർണായകമായി എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. DMK രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചു. മുതിർന്ന നേതാവ് തിരുച്ചി ശിവയിൽ പാർട്ടി വിശ്വാസമർപ്പിച്ച് അദ്ദേഹത്തെ രാജ്യസഭാ MP ആയി നിലനിർത്തി. അതേസമയം കോൺസ്റ്റന്റൽ രവീന്ദ്രൻ ആദ്യമായി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. സഖ്യം DMKയ്ക്ക് 2 രാജ്യസഭാ സീറ്റുകൾ, കോൺഗ്രസിന് 1, DMKയ്ക്ക് 1 എന്നിവ അനുവദിക്കുകയായിരുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരേ സഖ്യം പിളരുകയോ പുതിയ പാർട്ടി കൂട്ടിച്ചേർക്കുകയോ ചെയ്യാതെ 4 തിരഞ്ഞെടുപ്പുകളെ നേരിടുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിനായി രൂപീകരിച്ച സഖ്യങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഒരിക്കലും നിലനിന്നിട്ടില്ല എന്നതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം. മുഖ്യമന്ത്രി സ്റ്റാലിൻ തൻ്റെ അതുല്യമായ വ്യക്തിത്വവും സൗഹാർദ്ദപരമായ സ്വഭാവവും കൊണ്ട് ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചുവെന്ന് ഇവർ അവകാശപ്പെടുന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കനിമൊഴി തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തൂത്തുക്കുടി, തിരുനെൽവേലി മണ്ഡലങ്ങളിൽ അവർക്കായി അവരുടെ അനുയായികൾ നാമനിർദ്ദേശം പത്രിക സമർപ്പിച്ചതായി പറയപ്പെടുന്നു. തെക്കൻ ജില്ലകളിൽ കനിമൊഴിക്ക് ലഭിക്കുന്ന സ്വീകരണം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ അവരെ പ്രേരിപ്പിച്ചതായി രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും കനിമൊഴിയുടെ പ്രാദേശിക രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം ചില ആളുകൾ വേണ്ടെന്ന്, അത് ചില ആളുകളുടെ രാഷ്ട്രീയ ഭാവിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നും അവർ കരുതുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഉടമ്പിറപ്പ്, അതായത് സ്റ്റാലിൻ കനിമൊഴിയെക്കുറിച്ച് ഒരു സൂചനയും നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ DMK കനിമൊഴിയുടെ നേതൃത്വത്തിൽ 10 അംഗ കമ്മിറ്റി രൂപീകരിച്ച് DMK തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. പതിവ് പോലെ ഇത്തവണയും DMK ഒരു വലിയ സഖ്യമായി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. നിലവിൽ DMK സഖ്യത്തിൽ DMDK കോൺഗ്രസ്, വിടുതലെ സിരുത്തുഗൽ, കമ്മ്യൂണിസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, MDMK കൊമഡി
ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗ്, മക്കൾ നീതി മയ്യം, തവക തുടങ്ങിയ പാർട്ടികൾ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ചില ചെറിയ പാർട്ടികളുടെയും സംഘടനകളുടെയും പിന്തുണയും DMK-ക്കുണ്ട്. 45 സീറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. പക്ഷേ 28 സീറ്റുകൾ നൽകി പിന്നീട് ഒരു സമവായത്തിൽ എത്തുകയായിരുന്നു. എന്നാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ DMK കോൺഗ്രസ് സഖ്യം BJP-യെയാണ് മുഖ്യമായി നേരിടേണ്ടത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും എടപ്പാടി പളനിസ്വാമി വലിയ ഒരു വ്യത്യാസം സൃഷ്ടിക്കുന്ന വ്യക്തിത്വമാണ്. DMK കോൺഗ്രസ് കൂട്ടണിയിൽ വിള്ളലുകൾ ഉടലെടുക്കുമെന്ന് EPS പല ആവർത്തിച്ച് പ്രസ്താവിച്ചിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ കൂട്ടുകെട്ട് പൊട്ടിത്തെറിക്കുമെന്നാണ് പളനിസ്വാമിയുടെ വിലയിരുത്തലുണ്ടായത്. കോൺഗ്രസ് നേതാക്കൾക്ക് DMK-യിൽ മതിയായ പങ്കില്ലെന്ന പരാതികൾ ഉയരുന്നുവെങ്കിലും അത് EPS-ന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ കൂടുതൽ ഭംഗി കൂട്ടാനുള്ള വാദം മാത്രമായി അവശേഷിക്കുകയായിരുന്നു. എന്നാൽ DMK-യുടെ ശക്തമായ കേഡർ സംവിധാനവും സംസ്ഥാനത്ത് ശക്തമായി പിടിച്ചിരിക്കുന്ന വോട്ട് ബാങ്കും കോൺഗ്രസിനെ പൂർണ്ണമായും വിട്ടുകളയില്ല എന്നതാണ് ഗ്രൗണ്ട് റിയാലിറ്റിയായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ DMK കോൺഗ്രസ് കൂട്ടുകെട്ട് ശക്തമായി ഇപ്പോഴും തുടരുകയാണ്. ഇക്കാലങ്ങളിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തമിഴ്നാടിൻ്റെ പ്രാദേശികവാദങ്ങൾ ഉയർത്തി കേന്ദ്ര സർക്കാരിനോട് എന്നും പോരാട്ടത്തിലാണ്. അണുവിട വിട്ടുവീഴ്ചകൾക്ക് തുനിയാതെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ മോദിയെ കടന്നാക്രമിക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തെ 0 സീറ്റിൽ ഒതുക്കണമെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് തമിഴ്നാട് NDAയും തമ്മിലുള്ള പോരാട്ടമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭയിലും ആവർത്തിക്കണമെന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 234 അംഗ നിയമസഭയിൽ DMK 133 സീറ്റുകളും കോൺഗ്രസ് 18 സീറ്റുകളുമാണ് നേടിയിരുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു മറുപടി BJP-ക്ക് നൽകാൻ കഴിയുമെങ്കിലും വിജയിയുടെ TVK ഒരു നിർണായക സ്വാധീനമായി തമിഴ്നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ TVK ഒരു സഖ്യവുമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നതിനാൽ വലിയ ആശങ്കകൾക്ക് സ്ഥാനമില്ല എന്നാണ് കണക്കുകൂട്ടൽ. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ചെലുത്തുന്ന സ്വാധീനം അവിടുത്തെ രാഷ്ട്രീയത്തെ നിർണായകമാക്കും. BJP-യുടെ സ്വപ്നം വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമായി അവിടെ അവശേഷിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.